കാട്ടുകള്ള നൗഷാദ് ഇന്നലെ മലപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ജബ്ബാറാജിയുമായി ബന്ധപ്പെട്ട് ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി APക്കാര് നന്നായി ശ്രമിച്ചു. എന്നിട്ടിപ്പോ എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബീം പഠിച്ച്. അപ്പൊ ആ പറഞ്ഞ ഭാഗങ്ങൾ ഓരോന്നോരോന്ന് കണ്ടു. എന്നിട്ട് ഞാൻ ജബ്ബാറാജി എന്താ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചതാ. പൊട്ടി പൊളിഞ്ഞ് പാളീസായി. കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് ഞങ്ങൾ പറയല് എന്നും പറഞ്ഞുകാണ്ട് ഒക്കെ അടുപ്പിലായി കാലഘട്ടത്തിലെ മശായിഖന്മാരൊക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞത് ബാക്കി ആ ക്ലിപ്പുകൾ കാണി എന്നിട്ട് നോക്കുക. പലതുണ്ട്, അതിൽ ഒന്നേ കേൾപ്പിച്ചുതരാം. നമ്മളെ എളമരം ജബ്ബാറാജി ഉണ്ടല്ലോ, ജബ്ബാറാജിനെ തോൽപ്പിക്കാനാണല്ലോ കാര്യമായിട്ട് എല്ലാവരും കൂടി, എല്ലാ മൊയ്ലമാരും കൂടി മദർസിലെ പട്ടിക എടുത്തു വെച്ച് വോട്ടർ പട്ടികയായിട്ട് നടന്നത്. ഓനിപ്പോ കാര്യമായിട്ട് കുറഞ്ഞ തെളിവാണ് ഇപ്പത്. ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാനായിട്ട് ഓൻ കേൾപ്പിക്കുക. ആ ജബ്ബാറാജിനെ എന്താ പറഞ്ഞില്ല ഞാൻ കേൾപ്പിച്ചുതരാം. മനസ്സിലായോ? ഒന്നായിട്ട് തൂറ്റി പോയ കൈ പറട്ടെ. 2-3 ക്ലിപ്പ് ഉണ്ട്, ഓൻ പറട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായത് നമ്മൾ നോക്കുക. മൊയ്ലമാരെല്ലാരും കൂടി ഇറങ്ങി. ഒരു വിചാരം എന്താ അറിയോ, പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാ ഫിത്തിനിന്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ്. കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം. അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. നമുക്ക് പറയണ്ടേ, മനസ്സിലായോ? കല്ല് വെച്ച നോണ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇത്ര വലുപ്പമല്ലോ. ഇനിയും പറയട്ടോനെ. ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവര് ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്. വഹാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനത്തെ എല്ലാ സഖാഫികളും. അപ്പൊ അപ്പുറത്ത് വേറൊരുത്തനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹക്കീമിന്റെ തന്ത്ര. പച്ച നോണ ഈ പറഞ്ഞൊക്കെ എല്ലാ സഖാഫികളും ഇറങ്ങി. വാബ് സഖാഫിയൊക്കെ ഇറങ്ങിയല്ലോ ആരാ ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇനിയും പറയട്ടെ, കളവ് പറയാനുള്ള ഉളുപ്പില്ലാത്ത ജാതിയാ. പച്ച നോണ മശായിഖന്മാർ നിർദ്ദേശമില്ലാതെ പറയാണ്ട് പറയണേ. ഞാൻ അടുത്ത് കേട്ടോളി. ഒന്നായിട്ട് അടുപ്പിലാണ് ഞാൻ കാണിച്ചു തരാം. ഒന്നായിട്ട് തൂറ്റി പോകണ്ടേ. പക്ഷേ ജബ്ബാറാജിനെ വിശദീകരിച്ചോട് കൂടി എന്തായി, ഒക്കെ പാളിസായി. പ്രത്യേകിച്ച് ജബ്ബാർ ഹാജിയെ പോലെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിറങ്ങി. AP വിഭാഗത്തിന്റെ എല്ലാ ചാനലുകളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. കേട്ടില്ല ഇതും പച്ചക്കളവ്. എത്ര കളവാ ചങ്ങായി ഒരു പ്രസംഗത്ത് പറഞ്ഞാൽ. AP വിഭാഗത്തിന്റെ എല്ലാ ചാനലുകളും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. നമ്മളെ സർവ്വ ചാനലുകളും ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാ പറയണ്ടേ. ഇനിയും കേട്ടോളി. കളവിന്റെ ഘോഷയാത്ര. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിവെന്താ? ജബ്ബാറാജിനെ ഇന്ന് പറഞ്ഞ് എന്ത് ജബ്ബാറാജി പറഞ്ഞ ഞാൻ കേൾപ്പിച്ചതാ. അങ്ങനെയാണ് ജബ്ബാറാജി പറയോ? ഈ കാലം വരെ പറയാത്ത ജബ്ബാറാജി എന്ന് പറഞ്ഞേ. ജബ്ബാറാജി ആദ്യം നമ്മളോട് പറഞ്ഞു ഒരു 5000 ഒക്കെ കിട്ടുന്നതാണ്. ഇപ്പൊ നോക്കുമ്പോൾ 13,000-ലേറെ ഭൂരിപക്ഷത്തിനകത്ത് ഒരാൾ ജയിച്ചത്. ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തൊന്നും കൂടിക്കൊടുക്കുക, ഒരു ഉസാറായി ജയിച്ചോളും. ജബ്ബാറാജി ഓനോട് പറഞ്ഞല്ലോ 5000 വോട്ടും ജയിക്കും, 13,000 ജയിച്ചു. ആ ജബ്ബാറാജിനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജയിച്ചെന്നുള്ളത്. ഇപ്പൊ കാണാൻ പോകുന്നു. അത് പറഞ്ഞോട് കൂടി എൻ്റെതൊക്കെ പാളിസായങ്ങായി. കാലഘട്ടത്തിന് മശായിഖന്മാർ ഷെയ്ത്താന്മാരെ നിർദ്ദേശം വെച്ച് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. മനസ്സിലായോ? നാണം കിട്ടില്ലങ്ങായി. ആകെ വഷളായി, ഉടുത്തി ദൂരമാതിരിയായി. പ്രതിപക്ഷം പോലും ഇല്ലാതെ ജബ്ബാറാജി ഭരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിലേക്ക് നിങ്ങൾ ആക്കിക്കൊടുത്തതല്ലേ, എന്തിനാ നിങ്ങൾ ഇതിൽ ഇറങ്ങിയത്? പ്രതിപക്ഷം പോലും ഇല്ലാതെ ഭരിക്കാൻ പോവാണ്. ആ രൂപത്തിലേക്ക് ആക്കി കൊടുത്തത് ഞങ്ങളാണ്. ജബ്ബാറാജിനെ ജയിപ്പിച്ചതിൽ മുസ്ലിം ജമാഅത്തിന് പങ്കുണ്ടെന്നും മുസ്ലിം ജമാഅത്തിന് ജബ്ബാറാജി നന്ദിയും പറഞ്ഞിട്ടുണ്ട്. പോരെ, ഞങ്ങൾ എടുത്ത പണിക്ക് ഞങ്ങൾക്ക് മൂപ്പര് നന്ദി അറിയിച്ചിട്ടുണ്ട്. വെറുതെ മൂപ്പര് നന്ദി അറിയിക്കില്ലല്ലോ. കടപ്പാട്, തീരാത്ത കടപ്പാടുണ്ട് മുസ്ലിം ജമാഅത്തിനോട് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് എതിർത്ത പണിയൊക്കെ പാത്തിലായി. ഒന്നുകൂടി ഇപ്പം ചോദിക്കട്ടെ, എന്ത് എന്തായിപ്പം എന്തായാലും ഞാൻ കാണിച്ചതാ. അതുകൊണ്ട് തലങ്ങും വലങ്ങും ഓടി രാത്രി ഒഴിവില്ലാതെ വോട്ടുപിടുത്തത്തിനായി നടന്നു. വിജയമുറപ്പിച്ചു. എന്തായാലും തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. എന്നിട്ട് എന്തായിപ്പോ ചോദിച്ചിട്ടില്ല. എന്നിട്ട് എന്തായിപ്പോ ജബ്ബാറാജിനെ പറഞ്ഞ കേട്ടോ എന്തായി? ഇജ്ജ് പറഞ്ഞപ്പോ എന്തായി? ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. അതല്ലോ ജബ്ബാറാജി പറഞ്ഞേ. ഇജ്ജ് പറഞ്ഞ മാതിരിയാണെങ്കിൽ ജബ്ബാറാജി അങ്ങനെ പറയോ? ആ ജബ്ബാറാജി പറഞ്ഞ കേട്ടോളി. എന്തായാലും ഇപ്പൊ കാണിച്ചുതരാ കേട്ടോ. ആര് പറഞ്ഞതാണ് ഇവിടെ നടന്നതെന്നും. എൻ്റെ കാലഘട്ടത്തിലെ മശായിഖന്മാരെന്ന് പറയുന്ന ഷെയ്ത്താന്മാർ പറഞ്ഞതാണോ ഇവിടെ നടന്നത്? അതല്ല, എന്താണ് ഇവിടെ നടന്നത്, എന്തുണ്ടായിരുന്നൊക്കെ കണ്ടോ? കണ്ണ് തുറന്ന് കണ്ടോ? നമ്മോട് കാണിച്ചത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ
പ്രിയപ്പെട്ട AC മൻസൂർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു. കേട്ടില്ലേ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് അതിയായ കടപ്പാടുണ്ട്. അപ്പൊ മൂപ്പരെ ജയത്തില് കേരള മുസ്ലിം ജമാഅത്തുകാർ മൂപ്പരെ സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദി അറിയിക്കുക. മുമ്പുള്ളതൊക്കെ മറന്ന്, മുമ്പ് പല ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത പല സംഗതികളുണ്ടായിട്ടും അതൊക്കെ മറന്നിട്ട് മുസ്ലിം ജമാഅത്തുകാർ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾ എന്റെ വിജയത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. കാട്ടുകള്ള നൗഷാദ് പറഞ്ഞ് തോൽപ്പിച്ചാൽ നടന്നു. ജബ്ബാറാജി പറഞ്ഞ് എന്നെ ജയിപ്പിച്ചത് മുസ്ലിം ജമാഅത്തിന് പങ്കുണ്ട്, എന്റെ ജയത്തിൽ മുസ്ലിം ജമാഅത്തുകാർക്ക് പങ്കുണ്ട് എന്ന് ജബ്ബാറാജി. കാട്ടുകള്ളം പറഞ്ഞേ ജബ്ബാറാജിനെ തോൽപ്പിച്ചാൽ വേണ്ടി ഇവരെ നോക്കിറങ്ങി, കച്ചകെട്ടിറങ്ങി. എന്തായി? അപ്പൊ പ്രസവിച്ച പെണ്ണ് വരാണ് എനിക്ക് വേദനയില്ല. കണ്ടുകണ വത്താച്ചി നൗഷാദ് എന്താ പറഞ്ഞേ? അല്ല, വേദന ഉണ്ട്, തോൽപ്പിച്ചത് AP തോൽപ്പിക്കാനാണ് ഇറങ്ങിയത്. ജബ്ബാറാജി എന്നെ ജയിപ്പിച്ചതിൽ മുസ്ലിം ജമാഅത്തേക്ക് പങ്കുണ്ട്. എങ്ങനെയുണ്ട്? കാട്ടുകളൊക്കെ പോയി പാളിസായില്ലേ? ഒരു പ്രസംഗം തന്നെ തൂക്കിപ്പോയിടും. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.